ഒരു മഹാനദിയില്ലാത്ത, പേരിനു മാത്രം സമുദ്രമുള്ള, ധാരാളം പ്രകൃതി വിഭവങ്ങളില്ലാത്ത ഒരു ദേശം എങ്ങനെയാണ് ലോക ജനസംഖ്യയുടെ പകുതിയോളം പേരുടെ ആത്മീയ ഹൃദയമായി മാറിയത്? ഇതാണ് ജെറുസലേം നഗരത്തിന്റെ കഥ. വിശ്വാസത്താൽ ബന്ധിതമായ, ചരിത്രത്താൽ മുറിവേറ്റ, എന്നാൽ ഇപ്പോഴും ജീവസുറ്റ ഒരു പ്രദേശത്തിന്റെ കഥ. ഇവിടെ ഭൂതകാലം ഓരോ കല്ലിലും ശ്വാസമെടുക്കുന്നു. പ്രാർത്ഥനകൾ തലമുറകളായി മുഴങ്ങുന്നു. ഈ പുരാതന ദേശത്തിന്റെ ആത്മാവിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന നിഗൂഢതകൾ നമുക്ക് കണ്ടെത്താം. ജെറുസലേം, സ്വർഗവും ഭൂമിയും ചേരുന്ന ഇടം. ഈ നഗരം 2 തവണ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. 23 തവണ ഉപരോധിക്കപ്പെട്ടു. 52 തവണ ആക്രമിക്കപ്പെട്ടു. 44 തവണ പിടിച്ചെടുക്കുകയും തിരിച്ചുപിടിക്കുകയും ചെയ്തു. എന്നിട്ടും ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറം ലോകമെമ്പാടുമുള്ള 300 കോടിയിലധികം ആളുകളുടെ ആത്മീയ കേന്ദ്രമായി ഇത് നിലനിൽക്കുന്നു. മധ്യേഷ്യയിലെ സൂര്യൻ കരിച്ച പാറകൾക്കിടയിൽ മരുഭൂമി ആകാശവുമായി സന്ധിക്കുന്ന ഇടത്ത് ജെറുസലേം ഒരു നഗരമായല്ല, മറിച്ച് ചുരുളഴിയാൻ കാത്തിരിക്കുന്ന ഒരു നിഗൂഢതയായി ഉയർന്നു വരുന്നു. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നടന്നു തീർക്കാൻ കഴിയുന്നത്ര ചെറുതാണ് ഈ നഗരം. എങ്കിലും എണ്ണമറ്റ കഥകളുടെ ഭാരം ഇതിലെ ഓരോ കല്ലിലും ആലേഖനം ചെയ്തിരിക്കുന്നു. ഇത് ഒരു ഭൂപടത്തിലെ സ്ഥലം മാത്രമല്ല, ഭൂമിയും സ്വർഗവും പരസ്പരം സ്പർശിക്കുന്ന ഒരിടമാണ് ഇത്. രാത്രിയിലെ മന്ത്രോച്ചാരണങ്ങൾക്കൊപ്പം പ്രഭാതത്തിലെ പള്ളിമണികൾ ഇവിടെ മുഴങ്ങുന്നു. ലോകത്തിലെ 3 മഹത്തായ മതങ്ങളായ ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം എന്നിവയുടെ വിശുദ്ധ ചുവടുവയ്പ്പുകൾ ഈ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. നൂറ്റാണ്ടുകളായുള്ള സംഘർഷങ്ങളിലൂടെയും തകർത്തെറിയുകയും വീണ്ടും നിർമ്മിക്കുകയും ചെയ്ത മതിലുകളിലൂടെയും ജെറുസലേം ഇപ്പോഴും നിലകൊള്ളുന്നു. അത് കല്ലും മണ്ണും കൊണ്ടുള്ള നിലനിൽപ്പല്ല, മറിച്ച് അചഞ്ചലമായ ഒരു അന്തസ്സാണ്. യുക്തിക്കും കാലത്തിനും അതീതമായ ഒന്നിനെ സ്പർശിക്കുന്നതുപോലെ ആദ്യമായി അതിൻ്റെ പുരാതന മതിലുകളിൽ തൊടുന്ന തീർത്ഥാടകരുടെ കണ്ണീരിലും ഭക്തിയുടെ ശാന്തമായ പ്രകാശത്തിലും ഈ നഗരം നിലനിൽക്കുന്നു. പഴയ നഗരത്തിലെ 4 ക്വാർട്ടറുകൾ. ജെറുസലേമിലെ പഴയ നഗരം ഇന്ന് 4 പ്രത്യേക ക്വാർട്ടറുകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും ഒരു ഒറ്റപ്പെട്ട വിശുദ്ധ ഹൃദയത്തിലൂടെ ഒഴുകുന്ന രക്തക്കുഴലുകൾ പോലെ അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഏതൊക്കെയാണ് ആ ക്വാർട്ടറുകൾ എന്നും അവ എങ്ങനെയൊക്കെ രൂപപ്പെട്ടു എന്നും പരിശോധിക്കാം. 1. ജൂത ക്വാർട്ടർ. ജൂതജനതയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യവർഗത്തിനിടയിലെ ദൈവത്തിന്റെ ഭൗതിക വാസസ്ഥലമായി വിശ്വസിക്കപ്പെടുന്ന 1-ാം ദേവാലയം സോളമൻ രാജാവ് നിർമ്മിച്ച സ്ഥലമാണ്. BC 586-ൽ ബാബിലോണിയക്കാർ ഈ ദേവാലയം നശിപ്പിച്ചു. ഇന്ന് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ബാക്കിയുള്ളത്. അതാണ് വെസ്റ്റേൺ വാൾ അല്ലെങ്കിൽ വിലാപമതിൽ എന്നറിയപ്പെടുന്ന ഈ മതിൽ. ഇവിടം പിന്നീട് ജൂതജനതയുടെ അചഞ്ചലമായ വിശ്വാസത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമായി മാറി. ഇവിടെ പ്രാർത്ഥനകൾ മന്ത്രിക്കപ്പെടുന്നു, കണ്ണീർ പൊഴിക്കുന്നു, പ്രത്യാശകൾ ആകാശത്തേക്കുള്ള കത്തുകൾ പോലെ കല്ലുകൾക്കിടയിൽ തിരികെ വയ്ക്കപ്പെടുന്നു. 2. ക്രിസ്ത്യൻ ക്വാർട്ടർ. ക്രിസ്ത്യാനികൾക്ക് ജെറുസലേം വിശ്വാസികളുടെ പാദമുദ്രകൾ പതിഞ്ഞ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. യേശുക്രിസ്തു തന്റെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങൾ ചെലവഴിച്ച സ്ഥലമാണിത്. അദ്ദേഹം കുരിശും ചുമന്ന് ഗോൽഗോഥായിലേക്ക് നടന്നതും ക്രൂശിക്കപ്പെട്ടതും പിന്നീട് ഉയർത്തെഴുന്നേറ്റതും ഇവിടെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ വിശുദ്ധ സംഭവങ്ങളെല്ലാം ചർച്ച് ഓഫ് ദി ഹോളി സെപ്പൽക്കറിൽ സ്മരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇവിടെയെത്തി യേശുവിന്റെ ശരീരം സംസ്കാരത്തിനായി ഒരുക്കിയ അഭിഷേക കല്ലിനു മുമ്പിൽ വണങ്ങുന്നു. 3. മുസ്ലിം ക്വാർട്ടർ. 4 ക്വാർട്ടറുകളിൽ ഏറ്റവും വലുതായ മുസ്ലിം ക്വാർട്ടർ തിരക്കേറിയ കച്ചവട കേന്ദ്രങ്ങൾ, പുരാതന പള്ളികൾ, ഉയരമുള്ള മിനാരങ്ങളിൽ നിന്നും മുഴങ്ങുന്ന ബാങ്കുവിളി എന്നിവയാൽ സജീവമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലെ ഏറ്റവും അത്ഭുതകരമായ യാത്രകളിലൊന്നായ ഇസ്രായും മിറാജും ആരംഭിക്കുന്ന സ്ഥലമാണ് ജെറുസലേം. ഒരു വിശുദ്ധ പാറയിൽ നിന്ന് പ്രവാചകൻ മുഹമ്മദ് ഒരു മാലാഖയുടെ സഹായത്തോടെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട് ദൈവത്തെ കണ്ടുമുട്ടിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ നിമിഷത്തെ ആദരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ഡോം ഓഫ് ദി റോക്ക് നിർമ്മിച്ചു. അതിന്റെ തിളങ്ങുന്ന സ്വർണ്ണ താഴികക്കുടം പഴയ നഗരത്തിന്റെ മിക്ക കോണുകളിൽ നിന്നും കാണാൻ കഴിയും. ജൂയിഷ് ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം അബ്രഹാം മകനായ ഇസഹാക്കിനെ ദൈവത്തിന് ബലി കൊടുക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ് ഇവിടം. 4. അർമേനിയൻ ക്വാർട്ടർ. ചെറുതും ശാന്തവും എന്നാൽ ശ്രദ്ധേയമായി നിലനിൽക്കുന്നതുമായ ക്വാർട്ടറാണ് അർമേനിയൻ ക്വാർട്ടർ. പുരാതന മതിലുകൾക്കും മൊണാസ്ട്രികൾക്കും പിന്നിലായി ഈ സമൂഹം ഒരു പുണ്യനഗരത്തിന്റെ ഊർജ്ജസ്വലമായ സിംഫണിയിലെ ഒരു താഴ്ന്ന സ്വരം പോലെയാണ്. തങ്ങളുടെ ഭാഷ, ആചാരങ്ങൾ, പൂർവികരുടെ വിശ്വാസം എന്നിവ അവർ വിശ്വസ്തയോടെ കാത്തുസൂക്ഷിക്കുന്നു. ഇന്ന് ഏകദേശം 1 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള പഴയ നഗരത്തിലെ ഇന്നത്തെ ഈ 4 ക്വാർട്ടറുകൾ ഒരിക്കൽ ഏതെങ്കിലും ഒരു സർക്കാർ രൂപീകരിച്ച ഭരണ വിഭജനമല്ല,
മറിച്ച് നിരവധി നൂറ്റാണ്ടുകളിലായി നടന്ന രാഷ്ട്രീയ, മത, സാംസ്കാരിക മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണ്. ഇത് ഈ നഗരത്തിന്റെ ചരിത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയ വൈവിധ്യത്തിന്റെയും മനുഷ്യചരിത്രത്തിന്റെ പാളികളുടെയും പ്രതിഫലനമാണ്. ഇനി ഈ വിഭജനവുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ പരിശോധിക്കാം. ക്രിസ്തുവിന് മുമ്പ് ഏകദേശം 1000 BCE കാലത്ത് ദാവീദ് രാജാവ് ജെറുസലേം പിടിച്ചടക്കി ഇസ്രായേൽ രാജ്യത്തിന്റെ തലസ്ഥാനമാക്കി. അദ്ദേഹത്തിന്റെ മകൻ സോളമൻ ഇവിടെ ആദ്യത്തെ ദേവാലയം നിർമ്മിച്ചു. ഈ ഘട്ടത്തിൽ നഗരം ഏകജാതിയായിരുന്നു. ജൂയിഷ് മതവിശ്വാസികളാണ് പ്രധാനമായും ഇവിടെ പാർത്തിരുന്നത്. കാലക്രമേണ നിരവധി സാമ്രാജ്യങ്ങൾ ജെറുസലേം കീഴടക്കി. BCE 587 ബാബിലോണിയർ ദേവാലയം നശിപ്പിച്ചു. BCE 539 പേർഷ്യൻ ഭരണകാലത്ത് ചില യഹൂദർ തിരിച്ചുവന്നു. BCE 333 ഗ്രീക്ക് ഭരണവും പിന്നെ BCE 63 റോമൻ അധിനിവേശവും എത്തിയപ്പോൾ നഗരത്തിൽ വിവിധ ജനവിഭാഗങ്ങൾ കുടിയേറി തുടങ്ങി. ക്രിസ്തുവർഷം 70 റോമൻ കാലത്ത് രണ്ടാം ദേവാലയം നശിപ്പിക്കപ്പെട്ടതോടെ യഹൂദരുടെ ജനസാന്ദ്രത കുറയുകയും മറ്റു മതവിഭാഗങ്ങൾ ഇവിടെ കൂടുതൽ വേരൂന്നുകയും ചെയ്തു. ക്രിസ്ത്യാനികൾക്ക് ജെറുസലേം വിശുദ്ധ നഗരമായി മാറിയത് ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ടിൽ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ദ ഗ്രേറ്റ് ക്രിസ്ത്യൻ മതം അംഗീകരിച്ചതിനു ശേഷമാണ്. ഇവിടെ ചർച്ച് ഓഫ് ദ ഹോളി സെപ്പൽക്കർ പോലുള്ള പുണ്യസ്ഥലങ്ങൾ നിർമ്മിക്കപ്പെട്ടു. ഇത് നഗരത്തിലെ ക്രിസ്ത്യൻ ക്വാർട്ടറിന്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായി. ക്രിസ്തുവർഷം 638 ഖലീഫ ഉമർ ഇബ്നു അൽ ഖത്താബ് ജെറുസലേം പിടിച്ചടക്കി. ജെറുസലേമിലെ പ്രശസ്തമായ 2 നിർമ്മിതികളാണ് ഡോം ഓഫ് ദ റോക്കും അൽ അക്സ മോസ്കും. ഖലീഫ അബ്ദൽ മാലിക്കാണ് ഡോം ഓഫ് ദി റോക്ക് നിർമ്മിച്ചത്. ഇതിന്റെ പണി ഏകദേശം 691 CE പൂർത്തിയായി. ഇതിൽ നിന്നും വ്യത്യസ്തമായി അൽ അക്സ മോസ്കിന്റെ സ്ഥാനത്ത് ആദ്യം സ്ഥാപിച്ചത് ലളിതമായ ഒരു തടിപ്പള്ളിയായിരുന്നു. പിന്നീട് നൂറ്റാണ്ടുകളായി വിവിധ ഭരണാധികാരികൾ ഈ ഘടന വികസിപ്പിക്കുകയും കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയും ചെയ്തു. ഒടുവിൽ ഉമയ്യദ് ഖലീഫ അൽ വലീദ് ഒന്നിന്റെ ഭരണകാലത്ത് 715 CE ആണ് ഇന്നു കാണുന്ന രീതിയിലുള്ള പ്രധാന നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതിനുശേഷം നഗരത്തിന്റെ വടക്കുകിഴക്കൻ ഭാഗത്ത് മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചു. ഇന്നത്തെ മുസ്ലിം ക്വാർട്ടർ അതിൽ നിന്ന് വികസിച്ചു എന്നാണ് ഒരു ചരിത്രം. AD 1250-1517 കാലഘട്ടത്തിലെ മംലുക് പീരീഡിലാണ് മുസ്ലിം ക്വാർട്ടർ ആദ്യമായി വികസിച്ചു വരുന്നത് എന്ന ഒരു ചരിത്രവും നിലനിൽക്കുന്നുണ്ട്. ഈ സമയത്ത് അവർ കുരിശ് യോദ്ധാക്കളെ പുറത്താക്കുകയും നിരവധി പള്ളികളും മദ്രസകളും മറ്റ് കെട്ടിടങ്ങളും നിർമ്മിക്കുകയും ചെയ്തു. ഓട്ടോമൻ ഭരണകാലത്തും കാര്യമായ വികസനം തുടർന്നു. ഈ കാലഘട്ടത്തിലാണ് അൽ അക്സ മസ്ജിദും ഡോം ഓഫ് ദ റോക്കും ഇന്ന് കാണുന്ന രൂപത്തിൽ ആക്കപ്പെട്ടത് എന്നും കരുതപ്പെടുന്നു. 1099 ക്രൂസേഡേഴ്സ് ജെറുസലേം പിടിച്ചടക്കിയപ്പോൾ അവർ നഗരം മതവിഭാഗങ്ങൾ അനുസരിച്ച് ഭൗതികമായി വിഭജിച്ചു. മുസ്ലിങ്ങളും ജൂതരും നിവാസമാക്കിയ പ്രദേശങ്ങൾ നിയന്ത്രണത്തിലാക്കി മാറ്റങ്ങൾ വരുത്തി. ക്രൂസേഡേഴ്സ് ഭരണകാലത്ത് ഈ മതവിഭാഗങ്ങൾ തമ്മിലുള്ള വിഭജന രേഖകൾ കൂടുതൽ വ്യക്തമായി രൂപപ്പെട്ടു. 1517-നും 1917-നും ഇടയിലുള്ള ഓട്ടോമൻ സാമ്രാജ്യകാലത്ത് സുലൈമാൻ ദി മാഗ്നിഫിസന്റ് നഗരം ചുറ്റിയുള്ള മതിൽ പുനർനിർമ്മിച്ചു. ഈ മതിലിനുള്ളിലെ പ്രദേശം ഇന്നത്തെ രൂപത്തിൽ 4 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടതായി രേഖപ്പെടുത്തപ്പെട്ടു. ഇതിനെ ഓൾഡ് സിറ്റി ക്വാർട്ടേഴ്സ് എന്ന ആധുനിക വിഭജനത്തിന്റെ അടിസ്ഥാന രൂപമായി കണക്കാക്കുന്നു. 1917 മുതൽ 1948 വരെയുള്ള ബ്രിട്ടീഷ് മാൻഡേറ്റ് കാലത്ത് 4 ക്വാർട്ടേഴ്സ് എന്ന പദം ഔദ്യോഗികമായി ഉപയോഗിച്ചു. 1948-1967 യുദ്ധത്തിനു ശേഷം പഴയ നഗരം ജോർദാനിയൻ നിയന്ത്രണത്തിലായി. 1967-ലെ 6 ദിവസത്തെ ഇസ്രായേൽ അറബ് യുദ്ധത്തിനു ശേഷം ഇസ്രായേൽ ജോർദാനിൽ നിന്ന് കിഴക്കൻ ജെറുസലേം പിടിച്ചെടുക്കുകയും നഗരം പൂർണ്ണമായി ഇസ്രായേലി നിയന്ത്രണത്തിന് കീഴിലാക്കി മുനിസിപ്പൽ അതിർത്തികൾ വികസിപ്പിച്ച് ഈ പ്രദേശം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ജെറുസലേമിന്റെ പഴയ നഗരത്തെ 4 ക്വാർട്ടറുകളായി വിഭജിക്കപ്പെട്ടതിൽ 19-ാം നൂറ്റാണ്ടിൽ ജെറുസലേം സന്ദർശിച്ച വിദേശികൾക്ക് മുഖ്യ പങ്കുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്യൻ പര്യവേഷകരും ഭൂപട നിർമ്മാതാക്കളും. യൂറോപ്യൻ നഗരങ്ങളിലെ ക്വാർട്ടർ എന്ന ആശയം ന്യൂനപക്ഷങ്ങൾക്കും വിദേശികൾക്കും വേണ്ടിയുള്ള പ്രത്യേക പ്രദേശങ്ങൾ എന്ന നിലയിൽ അവർ ജെറുസലേമിലും അടിച്ചേൽപ്പിച്ചതായി ചില ചരിത്രകാരന്മാർ വാദിക്കുന്നു. 1840-കളിലെ ഒരു ബ്രിട്ടീഷ് ഭൂപടത്തിലൂടെയാണ് ഈ വിഭജനം കൂടുതൽ പ്രചാരത്തിലായതെന്നും വിശ്വസിക്കപ്പെടുന്നു. ചരിത്രം എന്തുതന്നെയായാലും ഇന്ന് ഈ 4 ക്വാർട്ടറുകളും മതപരവും സാംസ്കാരികമായ തിരിച്ചറിയലുകളുടെ പ്രതീകവുമായി നിലനിൽക്കുന്നു. ഓരോ മതവിഭാഗങ്ങളും ഒരു പരസ്പര ധാരണയോടെ തന്നെ തങ്ങളുടെ മതപരമായ അനുഷ്ഠാനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു.